ഡിയർ സ്റ്റുഡൻസ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോർഷനാണ് പഠിച്ചിരുന്നത്. ഇന്ത്യയിലെ ബാങ്ക്സിന് പുതിയ കാലങ്ങളിൽ പഴയതിൽ നിന്നും ഇപ്പോഴുള്ള കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും ബാങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിലൊരു 15 പോയിൻ്റ് നമ്മൾ അവസാന വീട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതിന് ശേഷമുള്ള കുറച്ച് പോയിൻറ്റ്സ് കൂടി ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഇനി ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് 16ാമത്തെ പോയിൻ്റ് നോക്കാം. ന്യൂ ഇന്നൊവേഷൻസ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻസ്. ബാങ്കിന് പുതിയ തരത്തിലുള്ള ഒരുപാട് ഇന്നൊവേഷൻസ്, കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങളെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണല്ലോ ഇന്നൊവേഷൻസ്. ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നതൊക്കെയാണെങ്കിൽ അതിന് ഇൻവെൻഷൻ എന്നാണല്ലോ പറയാം. അപ്പോൾ കണ്ടുപിടിച്ച ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ATM എന്ന് പറയുന്ന സംഗതി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1967 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 1987 വന്നിട്ടുണ്ടെങ്കിലും അന്നത്തെ പോലുള്ള ATM നല്ല ഇപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ പോലും വിഡ്രോ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അത്രയും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ATM ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒരുപാട് ഇന്നൊവേഷൻസും അതുപോലെ തന്നെ ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷൻസ്, പുതിയ കാര്യങ്ങളുമൊക്കെ എന്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ബാങ്കിൻ്റെ ഫീൽഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തതാണ് പ്രൊവിഷൻ ഓഫ് സിംഗിൾ വിൻഡോ സ്കീം. അതായത് നമ്മൾ ഒറ്റ വിൻഡോയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ലോൺസും ഒക്കെ കിട്ടുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. രണ്ടാമതാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി. അപ്പോൾ ആദ്യമൊന്നും ക്രെഡിറ്റ് കാർഡൊന്നും ഉണ്ടായിരുന്നില്ല, ഡെബിറ്റ് കാർഡേ കുറവായിരുന്നു ATM കാർഡും ഡെബിറ്റ് കാർഡൊക്കെ തന്നെ കുറവായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡൊക്കെ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നല്ല കസ്റ്റമേഴ്സിന്, അതായത് ലോണൊക്കെ കറക്റ്റ് സമയത്ത് തിരിച്ചടക്കുന്ന, മിനിമം ബാലൻസൊക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്ന, നല്ല രീതിയിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന കസ്റ്റമേഴ്സിനെല്ലാം ബാങ്ക്സ് ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സേവനങ്ങളൊക്കെ വേണ്ടി ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇടപാടുകൾ നടത്താൻ പറ്റും. നമ്മുടെ അക്കൗണ്ടിൽ ₹1 പോലും വേണ്ടതില്ല. പക്ഷേ 50 ദിവസം 40 ദിവസം അവർ ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ടാകും. ആ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അക്കൗണ്ടിലേക്ക് അത്രയും എമൗണ്ട് ഇട്ടാൽ മതി. 5 ലക്ഷം രൂപ വരെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക, സാധാരണ കേസിൽ ക്രെഡിറ്റ് കിട്ടുക. അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിന് ടൈം ലിമിറ്റ് കഴിയുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, ആ അക്കൗണ്ടിലേക്ക് അത്രയും എമൗണ്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഫെസിലിറ്റീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് ഇന്നൊവേഷൻ ഓഫ് ന്യൂ ടെക്നോളജി. പുതിയ തരത്തിലുള്ള ടെക്നോളജീസ്, CDMS ഒക്കെ. നമ്മൾ ആദ്യമൊക്കെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണേ ബാങ്കിൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ATM ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെർച്ചൻ്റ് ബാങ്കിങ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇത്തരത്തിലുള്ള ഒരുപാട് ഏജൻസി ഫങ്ഷൻസ് ബാങ്ക് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മോർ അറ്റൻഷൻ ടു ബെറ്റർ കൺസ്യൂമർ സർവീസ്. കൺസ്യൂമേഴ്സിന് സർവീസിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, അത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ന്യൂ ഇന്നൊവേഷൻസ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന പോയിന്റ് പഠിക്കേണ്ടത് സിംഗിൾ വിൻഡോ ലെൻഡിങ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി, ഇന്നൊവേഷൻ ഓഫ് ന്യൂ ടെക്നോളജി, ഇൻട്രൊഡക്ഷൻ ഓഫ് മെർച്ചൻ്റ് ബാങ്കിങ്, മ്യൂച്വൽ ഫണ്ട്, പേയ് മോർ അറ്റൻഷൻ ടു ബെറ്റർ കൺസ്യൂമർ സർവീസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി അടുത്ത പോയിൻ്റാണ് ടെക്നോളജി അഡോപ്ഷൻ. അതായത് ആദ്യമുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ടെക്നോളജീസൊക്കെ ബാങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ഓട്ടോമേറ്റഡ് ലെഡ്ജർ പോസ്റ്റ് മെഷീൻ നമ്മൾ സാധാരണ പാസ്ബുക്ക് കൊടുത്തിട്ട് അതിൽ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ആൾ ബാങ്കർ എന്ത് ചെയ്യും, അതിൽ എഴുതി തരിക ചെയ്യാം. പക്ഷേ ഇത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ആ ഒരു മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിൽ ലെഡ്ജർ എന്ത് ചെയ്യും, നമ്മളെ അക്കൗണ്ട് ക്രെഡിറ്റും ഡെബിറ്റും ഒക്കെ അതിൽ നമ്മുടെ ഇപ്പോഴുള്ള ബാലൻസ് വരെയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കോർ ബാങ്കിങ് സൊല്യൂഷൻ. നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിലുണ്ടെങ്കിൽ ഏതൊരു ബാങ്കിലാണ് നമ്മുടെ അക്കൗണ്ട് ഉള്ളതെങ്കിലും മറ്റുള്ള ബാങ്കിൽ നിന്ന് നമുക്ക് മറ്റുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കിൻ്റെ ATM ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എമൗണ്ട് വിഡ്രോ ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ എന്താണ്, കോർ ബാങ്കിങ്ങിൻ്റെ സൊല്യൂഷനാണ് കോർ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ആണ്. നമ്മൾ ഏത് ബാങ്കും അതേ യഥാസമയം എന്ത് ചെയ്യുന്നുണ്ട്,
ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. പണ്ടൊന്നും അങ്ങനെയൊന്നും പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ അത്രയും ഡെവലപ്പ് ആയത് കൂടിയിട്ടാണ് നമുക്ക് കോർ ബാങ്കിങ് എല്ലാ ബാങ്കും പരസ്പരം ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കാനൊക്കെ കഴിയുന്നത്. അതൊക്കെ പുതിയ തരത്തിലുള്ളൊരു ഇന്നോവേഷനാണ്. അതുപോലെ തന്നെ ATM, ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലേ, ATM കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്ക്, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഫോൺ പേ പോലുള്ള പല ആപ്സും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്. അതല്ലെങ്കിൽ ഓരോ ബാങ്കിൻ്റെയും പലതരത്തിലുള്ള ആപ്പുകൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്താണ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. നമ്മൾ ബാങ്കിൽ പോയിട്ടല്ല കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഒക്കെ എന്താണ് കൂടുതലായിട്ട് നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ടെക്നോളജി അഡോപ്ഷൻ എന്ന് പറയുന്ന പോയിന്റ് പഠിക്കാനുള്ളത്. ടെക്നോളജി അഡോപ്ഷനിൽ ഓട്ടോമേറ്റഡ് ലെഡ്ജർ പോസ്റ്റിംഗ് മെഷീന്, അതുപോലെ തന്നെ കോർ ബാങ്കിങ് സൊല്യൂഷന്, ATM, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഇതൊക്കെ കൂടുതലായിട്ടും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ടെക്നോളജി അഡോപ്ഷനിൽ ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പോയിൻ്റാണ് ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസസ്. ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ, മറ്റെന്തെങ്കിലും ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അതാണ് എന്താ പറയുക, ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ പേ, അതുപോലെ തന്നെ ഫോൺ പേ, PayTM എന്നിങ്ങനെയുള്ള ഒരുപാട് ആപ്സ്, അതുപോലെ തന്നെ ഒരുപാട് ബാങ്കിന് തന്നെ എന്തുണ്ടാവും, അവരുടേതായിട്ടുള്ള ആപ്പ് ഉണ്ടാവും. അത്തരം ആപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അതൊക്കെ വരും ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസിൽ വരും. നമുക്ക് വെറും ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് മാത്രമല്ലല്ലോ. നമ്മളവിടെ ബിൽ പേയ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലേ, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ മൊബൈൽ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസ് നടത്തണമെന്നുണ്ടെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസസ് നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ ഈ 18ാമത്തെ പോയിന്റ് ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സർവീസസ്, ചെക്സ് എക്സെട്ര. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സർവീസസ് അതായത് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് നടത്തുന്ന പേയ്മെൻറ്റും, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ചെക്ക്, അതായത് നമ്മളിപ്പോൾ സാധാരണ കൈമാറ്റം ചെയ്യുന്ന പേപ്പർ ചെക്കല്ല, അതിനെ ട്രങ്കേജഡ് ഫോമിലാക്കി മാറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ചെയ്യുന്നുണ്ട്. നമ്മളൊരാൾക്ക് എന്ത് ചെയ്യും, ചെക്കിന് പകരം അതിൻ്റെ ഇലക്ട്രോണിക് ഫോമായിട്ടാണ് എന്ത് ചെയ്യുക, അതിൻ്റെ ചെക്ക് കൊടുക്കുക. അതായത് പറയുന്നത് ന്യൂ ടെക്നോളജീസ് ബീയിങ് ഡെവലപ്ഡ് ഇൻ US ഫോർ ഇൻട്രൊഡക്ഷൻ ഓഫ് ചെക്ക് എന്ന് പറയുന്ന രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നിട്ടുള്ളത്, പുതിയ തരത്തിലുള്ള ഇന്നോവേഷനൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. വിച്ച് ഈവൻറ്റ്ലി റീപ്ലേസ് ദ കൺവെൻഷൻ പേപ്പർ ചെക്ക്. ഇത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ നിലവിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന കൺവെൻഷൻ സാധാരണ പേപ്പർ ചെക്കിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള USA ന്യൂ ടെക്നോളജീസ് ബീയിങ് ഡെവലപ്ഡ് ഇൻ USA ഫോർ ഇൻട്രൊഡക്ഷൻ ഓഫ് ചെക്ക് അല്ലേ. USA ചെക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, കൺവെൻഷൻ പേപ്പർ ചെക്കിനൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇന്ത്യയിലും ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് USA ഇന്ത്യയിലും ഇപ്പോൾ ഇതൊക്കെ നടപ്പിൽ വരുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പോയിൻ്റാണ് ഷോപ്പിംഗ് ഓൺലൈൻ. നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നത് ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മൾ ഓൺലൈൻ ഓരോ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നത് അല്ലേ. അതിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അതങ്ങനെ, അതല്ല എങ്കിൽ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ട് തന്നെ വേണമെങ്കിൽ നമുക്കത് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ മറ്റെങ്കിൽ UPI ID ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ATM കാർഡോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് ഓൺലൈൻ അത് നേരിട്ട് നമ്മൾ പേ ലേറ്റർ കൊടുക്കാതെ തന്നെ അതേ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തി സാധനം വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ മൊബൈൽ റീചാർജ്, ബിൽ പേ, KCB, അതുപോലെ തന്നെ നമ്മൾ DTHയിലേക്കൊക്കെ അല്ലേ, TV കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന DTHയിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കേബിൾ അതിൻ്റെ ക്യാഷ് അടക്കാനും ഒക്കെ നമ്മൾ ഈ ഒരു തരത്തിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടും ഇൻ്റർനെറ്റ് ബാങ്ക് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ RTGS ഫണ്ട് ട്രാൻസ്ഫർ, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഒരു മെക്കാനിസമാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് നമുക്ക് അടക്കാം. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ അല്ലേ, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നമ്മൾ സാധാരണ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ അത് ഏത് അക്കൗണ്ട് ആയിക്കോട്ടെ, ഏത് ബാങ്കിൻ്റെ അക്കൗണ്ട് ആണെങ്കിലും അതിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്, ECS നമ്മൾ പറഞ്ഞതാണ്. ECS ഡെബിറ്റും ഉണ്ട്, ECS ക്രെഡിറ്റും ഉണ്ട്. നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നുകൊണ്ട് ഇപ്പോൾ സാലറി ഓരോ മാസവും ബൾക്കായിട്ട് അല്ലെങ്കിൽ ഓരോ മാസവും നമുക്ക് കറക്റ്റ് ഡേറ്റിൽ ഇങ്ങനെ പൈസ കയറണമെന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ECS ക്രെഡിറ്റ് ആണ്.
അതേസമയം ECA ഡെബിറ്റ് ഉണ്ട്, അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഓരോ മാസവും ചാർജ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വാഹനം റെൻറ്റിന് അല്ലെങ്കിൽ ഹയർ പർച്ചേസിന് എടുത്തിട്ടുണ്ട്, ഫിക്സഡ് എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതും പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതാണ് ECS ഡെബിറ്റും ECS ക്രെഡിറ്റും. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോ ഡിസ്കസ് ചെയ്തതാണ്. അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി പഠിക്കാനുമുണ്ട്. പിന്നെ നമ്മൾ ATM സർവീസസ്, പോയിൻ്റ് ഓഫ് സെയിൽ, നമ്മൾ വാഹനങ്ങൾക്ക് ഇപ്പോൾ എണ്ണ, ഡീസൽ, പെട്രോളൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ക്യാഷ് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. കടയിൽ ഷോപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. അതാണെന്ത് പോയിൻ്റ് ഓഫ് സെയിൽ, POS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെലി ബാങ്കിങ്, ടെലിഫോൺ ഡിവൈസസ്, ടെലിഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ബാങ്കിങ് സർവീസ് നടത്തുന്നത്, അതാണ് ടെലി ബാങ്കിങ്. മറ്റേതാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് അതായത് പേപ്പർലെസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പേപ്പർലെസ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ആണെന്ത് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് അല്ലെങ്കിൽ EDI എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ്. പേപ്പറായിട്ടല്ല ഡോക്യുമെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ഇലക്ട്രോണിക്കലിയാണ് ഡോക്യുമെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് പർച്ചേസ് ഓർഡർ ആയിക്കോട്ടെ, ഇൻവോയ്സസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഷിപ്പിംഗ് നോട്ടീസ് ആയിക്കോട്ടെ, റിസീവിങ് അഡ്വൈസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ നമ്മളൊരു ഓരോ പ്രൊഡക്റ്റിന് ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പേപ്പറായിട്ടല്ലാതെ ഇലക്ട്രോണിക് ഡിവൈസസിലൂടെയാണ് ഓർഡർ കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ ബില്ല് കിട്ടുന്നത് ഇലക്ട്രോണിക്കലി ആണെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡ്വൈസ് കിട്ടുന്നത് ഇലക്ട്രോണിക്കലാണെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. അതായത് അവിടെ പേപ്പർലെസ് ട്രാൻസാക്ഷനാണ് നടക്കുക, പേപ്പർ ഉണ്ടാവില്ല, ഇലക്ട്രോണിക്കലായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. മറ്റൊരു പോയിൻ്റാണ് നെഫ്റ്റ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. മറ്റൊരു പോയിൻ്റാണ്, അതായത് 19ാമത്തെ പോയിൻ്റാണ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ഓഫ് ബാങ്ക്സ്. നമുക്കറിയാം ബാങ്ക്സ്, ഒരുപാട് ബാങ്കുകൾ ഉണ്ടായിരുന്നു അല്ലേ ഇന്ത്യയിൽ. അത്തരം ബാങ്കുകളൊക്കെ മെർജ് ചെയ്ത് ഇപ്പോൾ കുറച്ച് ബാങ്കുകളായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം നാഷണലൈസ്ഡ് ബാങ്ക് 1980 20 നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ടായിരുന്നു. അത് ഓരോ സമയത്തും എന്ത് ചെയ്തിട്ടുണ്ട്, മെർജ് ചെയ്ത് 16ഉം 17 ബാങ്കായി. അവസാനം 2020 ഏപ്രിൽ മെർജ് ചെയ്ത് 12 ബാങ്കായി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബാങ്കിനെ മെർജ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും അണ്ടർ ഡെവലപ്ഡായി നിൽക്കുന്ന ബാങ്കിലൊക്കെ നമുക്ക് ഡെവലപ്ഡായിട്ട് ബാങ്കിലേക്ക് കൊണ്ടുവന്ന് അമാൽഗമേറ്റ് ചെയ്ത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ഓഫ് ബാങ്ക്സ്. അതിലൂടെ ഒരുപാട് ബാങ്കിന് പുതിയ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നാണ് മൊബൈൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തരത്തിലുള്ള പല ട്രാൻസാക്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. മറ്റൊന്നാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർ ഡെവലപ്പ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഏരിയാസിൽ താമസിക്കുന്ന ആളുകളെല്ലാം ബാങ്കിങ് സെക്ടറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് RBIയും സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് ഈ കാലങ്ങളായിട്ട് ബാങ്കിൻ്റെ സർവീസൊന്നും ഉപയോഗിക്കാത്ത ആളുകളെയെല്ലാം ബാങ്കിൻ്റെ സർവീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സീറോ ബാലൻസ് അക്കൗണ്ടൊക്കെ അവർക്ക് ഓപ്പൺ ചെയ്യാനും അവർക്കും ഈ പാവപ്പെട്ട ആളുകൾക്കും ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്താനും ബാങ്കിൻ്റെ സർവീസസൊക്കെ ഉപയോഗപ്പെടുത്താനും വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാധാരണ സീറോ ബാലൻസ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാറുള്ളത്. പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് എന്നൊക്കെ പറയുന്ന നോ ഫ്രിൽ അക്കൗണ്ട്സ്, അതായത് മിനിമം ബാലൻസ് ഒന്നും കീപ്പ് ചെയ്യാണ്ടാത്ത അക്കൗണ്ട്സൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം കൊണ്ടാണ് പലതരത്തിലുള്ള ഈ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെല്ലാം അക്കൗണ്ട് വഴി ആക്കിയതും, അങ്ങനെ അവരെയും അക്കൗണ്ടിൻ്റെ ഭാഗമാക്കി അവർക്കും ലോൺസും അഡ്വാൻസൊക്കെ കിട്ടുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളെയും അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ബാങ്കിങ് സെക്ടർ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഗതിയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ നോക്കാം. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇംപ്ലൈസ് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ സർവീസസ് ദാറ്റ് ഈസ് ആക്സസ് ടു പേയ്മെൻറ്റ് ആൻഡ് റെമിറ്റൻസ് ഫെസിലിറ്റീസ്. അതായത് പേയ്മെൻറ്റ്സും അതുപോലെ തന്നെ റെമിറ്റൻസ് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ സേവിങ്സ്, ലോൺസ് ആൻഡ് ഇൻഷുറൻസ് സർവീസസ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ് ടു ദോസ് ഹു ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റം. ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഇല്ലാത്ത ആളുകളെല്ലാം കുറഞ്ഞ കോസ്റ്റിന്, അതായത് ഫിനാൻഷ്യൽ സർവീസസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആക്സസ് ടു പേയ്മെൻറ്റ്സ്, റെമിറ്റൻസ് ഫെസിലിറ്റീസ്, പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റെമിറ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സേവിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലോൺ കിട്ടാൻ വേണ്ടിയിട്ട്, ഇൻഷുറൻസ് സർവീസസ്. അപ്പോൾ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന പലതരത്തിലുള്ള സർവീസസ് ഒന്നും പാവപ്പെട്ട അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഏരിയാസിലുള്ള ആളുകൾക്ക് കിട്ടിയിരുന്നില്ല.
അപ്പോൾ അവർക്ക് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അഫോർഡബിൾ കോസ്റ്റിൽ അവരെയും അവർക്കും ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ബാങ്കിൻ്റെ സർവീസും കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് കൺസിഡറബിൾ എഫേർട്സ് ഹാവ് ടു ബി മെയ്ഡ് റീച്ച് ദീസ് അൺബാങ്ക്ഡ് റീജിയൻ ആൻഡ് പോപ്പുലേഷൻ. അതായത് ബാങ്ക് ഇല്ലാത്ത അല്ലെങ്കിൽ ബാങ്കിലേക്ക് ആരും എത്തിപ്പെടാത്ത അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെടാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഏതുണ്ടാക്കിയിട്ടുള്ളത്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാണ് നോ ഫ്രിൽസ് അക്കൗണ്ട്. നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടാത്ത അക്കൗണ്ടാണ് ഇത് നോ ഫ്രിൽസ് അക്കൗണ്ട്. ഇപ്പോൾ സാധാരണ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് 1000 രൂപയോ അല്ലെങ്കിൽ 2000 രൂപയോ ഒക്കെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം. അപ്പോൾ സാധാരണ ഇപ്പോൾ ഈ ഒരു SBIക്കൊക്കെ 2000 രൂപയാണ് എന്ത് ചെയ്യേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത്. മറ്റുള്ള ബാങ്കുകൾക്ക് 1000 രൂപയാണ് മിനിമം ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ മിനിമം ബാലൻസൊക്കെ SBI ഒക്കെ ഇപ്പോൾ നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യണം, സാധാരണ കേസിലാണെങ്കിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ മിനിമം ബാലൻസ് ഒന്നും കീപ്പ് ചെയ്യേണ്ടാത്ത അക്കൗണ്ടാണ് ഏത്, ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷനുമായി ബന്ധപ്പെട്ടുള്ള തുടങ്ങുന്ന അക്കൗണ്ട്. അപ്പോൾ നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സീറോ ബാലൻസ് അക്കൗണ്ടാണ്, ബാലൻസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാണ്ടാത്ത അക്കൗണ്ടാണ്. To achieve the objective of greater financial inclusion, all banks have been advised by RBI to make available a basic bank no-frill account either with nil or very low minimum balances. അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് RBIക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ RBI അഡ്വൈസ് ചെയ്തതാണ് ബാങ്കുകളൊക്കെ എന്ത് ചെയ്യണം, നോ ഫ്രിൽസ് അക്കൗണ്ട്, മിനിമം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ട്, അതൊന്നെങ്കിൽ എന്താവാം, തീരെ ഇല്ലാത്തതാവാം, അല്ലെങ്കിൽ മിനിമം ബാലൻസ് വളരെ കുറച്ചുകൊണ്ടുള്ള അക്കൗണ്ടും ആവാം. അത്തരമുള്ള അക്കൗണ്ട്സൊക്കെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ദേ ഹാവ് ആൾസോ ബീൻ അഡ്വൈസ്ഡ് ടു കീപ് ദ ട്രാൻസാക്ഷൻ ചാർജസ് ലോ. അതോടൊപ്പം തന്നെ ട്രാൻസാക്ഷൻ ചാർജ് വളരെ കുറക്കണം. ആൻഡ് അഡ്വൈസ്ഡ് ടു കീപ് ട്രാൻസാക്ഷൻ ചാർജസ് ലോ വിച്ച് വുഡ് മേക്ക് സച്ച് അക്കൗണ്ട്സ് ആക്സസിബിൾ ടു വാസ്റ്റ് സെക്ഷൻസ് ഓഫ് പോപ്പുലേഷൻ നമ്മുടെ ജനങ്ങളിൽ ഏറ്റവും ബാക്ക്വേർഡ് ഏരിയയിലുള്ള ആളുകളെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ബാങ്കിങ് സർവീസസ് ആയിരിക്കണം ബാങ്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ നോ ഫ്രിൽ അക്കൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ വെരി ലോ ബാലൻസ്, കുറഞ്ഞ ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ബാങ്കിങ് ചാർജസ് ഓരോ സമയത്തും ബാങ്ക് SMS ചാർജ്, അതല്ലെങ്കിൽ ATM കാർഡ് ഫീ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എമൗണ്ട് പിടിക്കാറുണ്ട് സാധാരണ ബാങ്കുകളൊക്കെ. അത്തരം ചാർജസ് ഒക്കെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സിന് ബാങ്ക്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു യോജനയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്നത്, PMJDY. PMJDY ഈസ് എ നാഷണൽ മിഷൻ ഓൺ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ encompassing an integrated approach to bring about comprehensive financial inclusion all of the household of the country. അതായത് നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ വീടുകളിലെയും ഒരാൾക്കെങ്കിലും എന്ത് വേണം, ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമാകണം എന്നുള്ളതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് രാജ്യത്തിലുള്ള എല്ലാ ഹൗസ് ഹോൾഡ്സിനും ഒരാൾക്കെങ്കിലും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമാണ്. അതായത് ബാങ്കിൻ്റെ സർവീസസ് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കണം, എല്ലാവർക്കും ഒരു അക്കൗണ്ട് ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്ലാൻ എൻവിസേജസ് യൂണിവേഴ്സൽ ആക്സസ് ടു ബാങ്കിങ് ഫെസിലിറ്റീസ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ബേസിക് ബാങ്കിങ് അക്കൗണ്ട് ഫോർ എവറി ഹൗസ് ഹോൾഡ്. ഓരോ വീട്ടിലും ഒരൊറ്റ ബാങ്ക് അക്കൗണ്ടെങ്കിലും, ഫിനാൻഷ്യൽ ലിറ്ററസി, ആക്സസ് ടു ക്രെഡിറ്റ്, ഇൻഷുറൻസ്, പെൻഷൻ എക്സെട്ര. അതിലൂടെ എന്ത് ചെയ്യാൻ കഴിയണം, ഓരോ വീട്ടിൽ ഒരാൾക്കെങ്കിലും ഫിനാൻഷ്യൽ ലിറ്ററസി വേണം, ഒരാൾക്കെങ്കിലും ക്രെഡിറ്റ് കാർഡ് ആക്സസ് ചെയ്യാൻ കഴിയണം, ഒരാൾക്കെങ്കിലും ഇൻഷുറൻസ് ഫെസിലിറ്റി കിട്ടണം, ഒരാൾക്കെങ്കിലും പലതരത്തിലുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും മറ്റുമൊക്കെയുള്ള പെൻഷൻ സ്കീമുണ്ട്, ആ പെൻഷനിൽ അംഗമാവണം എന്നുള്ളതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെ, ഒരു യോജനയുടെ ഒരു പ്രോഗ്രാമാണ്, ഒരു സ്കീമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് രാജ്യത്തിലുള്ള എല്ലാ വീടുകളിലും ഒരാൾക്കെങ്കിലും ഒരു അക്കൗണ്ട് വേണം. അതിലൂടെ അവർക്ക് ഓരോ വീട്ടിലെ അംഗങ്ങൾക്കും ഫിനാൻഷ്യൽ ലിറ്ററസി വേണം, ക്രെഡിറ്റ് ഫെസിലിറ്റി വേണം, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനും മറ്റുമുള്ള ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ്, സെൻട്രൽ ഗവൺമെൻറ് മറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ്, പെൻഷന് കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുള്ളതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്ക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 21 പോയിൻറ്റ്സ് ഉണ്ട്. അത് 21 പോയിൻറ്റ്സ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മുടെ പരീക്ഷയ്ക്ക് എസ് എ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, എമർജിങ് ട്രെൻഡ്സ് ചോദിക്കാം. അതോടൊപ്പം തന്നെ
ഓരോ പോയിൻറ്റും സെപ്പറേറ്റ് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിക്കും. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അതിൽ ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ മാത്രം വേണമെങ്കിൽ തന്നെ ഷോർട്ട് എസ്സേക്കൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. അതിൽ 2 കാര്യങ്ങളാണ് മെൻഷൻ ചെയ്ത് പഠിക്കേണ്ടത്: നോ ഫ്രിൽ അക്കൗണ്ട്സും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ജൻധൻ യോജനയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ തീരുകയാണ്. എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്ക്സ് ഇൻ ഇന്ത്യയിൽ നമ്മൾ 15 പോയിൻ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബാക്കിയുള്ള പോയിൻറ്റ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്ത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.